ഒരു നിധിയുടെ സൂക്ഷിപ്പുകാരൻ ശ്രീ അങ്കേഗൌഡ എം, പത്മശ്രീ ജേതാവ് 2026. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച അങ്കേഗൌഡയ്ക്ക് സ്കൂൾ കാലം മുതൽ പുസ്തകങ്ങളോട് താല്പര്യമുണ്ടായിരുന്നു. സ്വാമി വിവേകാനന്ദന്റെ രചനകളിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ വായനാ യാത്രയുടെ ആരംഭം. കന്നഡയിലെ മാസ്റ്റേഴ്സ് പഠനകാലത്ത് അങ്കേഗൌഡയ്ക്ക് പ്രൊഫസർ കെ ആനന്ദരാമയിൽ ഒരു സമാന മനസ്സുള്ള ഗുരുവിനെ കണ്ടെത്താൻ സാധിച്ചു. അത്യന്തം ആവേശത്തോടെ വായിക്കാൻ അദ്ദേഹം അങ്കേഗൌഡയെ പ്രേരിപ്പിച്ചു. അന്ന് നമ്മുടെ ഗ്രാമത്തിൽ പുസ്തകങ്ങളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് വായിക്കാനായി മാത്രം ഞാൻ കിലോമീറ്ററുകൾ നടന്ന് മൈസൂരുവിലെത്തുമായിരുന്നു. വായനയോടുള്ള അഭിനിവേശമുള്ള മറ്റു വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നതായി അങ്കേഗൌഡ ശ്രദ്ധിച്ചു. അങ്ങനെ വായിക്കാനുള്ള അവസരം കിട്ടുക എന്നത് ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ അറിവ് ആളുകളിൽ എത്തുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ ബസ് കണ്ടക്ടറായി തുടങ്ങിയും പഞ്ചസാര ഫാക്ടറിയിൽ ടൈം കീപ്പറായി പ്രവർത്തിച്ചും അദ്ദേഹം തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പ്രവർത്തനം നിശബ്ദമായി ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായി വായിക്കാനും പഠിക്കാനും അവരുടെ മനസ്സിലെ ചിന്തകൾക്ക് ഉയർന്നു പറക്കാനും അവർ ആഗ്രഹിക്കുന്നത് പോലെ IAS, IPS, KPS മുതലായവ ലക്ഷ്യമിടാനും കഴിയുന്ന ഒരു ലൈബ്രറി നിർമ്മിക്കാൻ ഞാൻ ഉറച്ച തീരുമാനമെടുത്തു. തന്റെ ചെറിയ വരുമാനത്തിൽ നിന്നും അദ്ദേഹം ആദ്യ പുസ്തകങ്ങൾ വാങ്ങാൻ തുടങ്ങി. ഉടൻ തന്നെ അതൊരു ചെറിയ ലൈബ്രറിയായി വളർന്നു. വിദ്യാർത്ഥികൾ പതുക്കെ പതുക്കെ എത്തിത്തുടങ്ങി. അദ്ദേഹത്തിന്റെ നിക്ഷേപം വർദ്ധിച്ചതോടെ പതുക്കെ തുടങ്ങിയ ഒഴുക്ക് വലിയ പ്രവാഹമായി മാറി. ദൂരത്തു നിന്നുപോലും വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ ലൈബ്രറിയിലേക്ക് വരാൻ തുടങ്ങി. ഇതെല്ലാം പൂർണ്ണമായും അദ്ദേഹത്തിന്റെ സ്വന്തം പരിശ്രമത്തിലൂടെയാണ് സാധ്യമായത്. അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും കൂടാതെ ചില സ്വത്തുകൾ വിറ്റ് ലഭിച്ച തുകയും ഈ ദൗത്യത്തിനായാണ് വിനിയോഗിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഉറച്ച പിന്തുണ നൽകി. കൂടാതെ തന്റെ സ്ഥിരജോലി രാജിവെച്ച് ഈ പ്രവർത്തനത്തിൽ പങ്കുചേർന്ന ബസവണ്ണ എന്ന ഒരു അധ്യാപകനും അദ്ദേഹത്തിനൊപ്പം താങ്ങായി. ഞാൻ സിവിൽ സർവീസ് പരീക്ഷകൾക്കായി പഠിക്കാനാണ് ഇവിടെ വന്നത്. എനിക്ക് ആവശ്യമുള്ള ബുക്കുകളെല്ലാം ഇവിടെ ഉണ്ട്. ഞാനൊരു സുഹൃത്തിനൊപ്പം യാദർശികമായാണ് ഇവിടെ വന്നത്. പക്ഷെ പുസ്തകങ്ങൾ ആസ്വദിച്ച് വായിക്കുന്ന ആളുകളുടെ എണ്ണം കണ്ടപ്പോൾ ഞാൻ ഇതിൽ ആകർഷ്ടയായി. ഇന്ന് ശ്രീ അങ്കേഗൌഡയുടെ ലൈബ്രറി 20 ലക്ഷത്തിലധികം പുസ്തകങ്ങളാൽ സമൃദ്ധമാണ്. അവയിൽ അനേകം അപൂർവ രചനകളും ഉൾപ്പെടുന്നു. അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തി ശേഖരിച്ചവയാണവ. ഇന്ന് ഈ ഗ്രന്ഥശാലയുടെ സംരക്ഷണത്തിനായി നല്ല പുസ്തകങ്ങൾ സംഭാവന ചെയ്യാൻ ആളുകൾ തന്നെ മുന്നോട്ട് വരുന്നു. ഇത് നിർമ്മിക്കുന്നത് എനിക്ക് ഒരിക്കലും ഭാരമായിരുന്നില്ല. ചുറ്റുമൊന്ന് നോക്കൂ, എത്ര സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ മുഖങ്ങളാണ് ഇവിടെ കാണുന്നത്. എനിക്ക് വളരെ കുറച്ചു മാത്രം ഉണ്ടായിരുന്നിട്ടും ആയിരങ്ങൾക്ക് തിരികെ നൽകാൻ കഴിയുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. ഈ ദൗത്യത്തിനായി ദൈവം തന്നെയാണ് എന്നെ തിരഞ്ഞെടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ അങ്കേഗൌഡ എം, പത്മശ്രീ 2026. कोटि कोटि नमस्कार।